ഹലോ എവരിവൺ. KASൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാജുലേഷൻസ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ പ്രോബബിലിറ്റി വളരെ വലുതാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ മുന്നിലുള്ള ആകെയുള്ളൊരു കൺസ്ട്രെയിൻ ടൈമാണ്. ഇനിയൊരു 2 മാസത്തിനുള്ളിൽ അത്യാവശ്യം വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പേപ്പർ 1 നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 25 ചോദ്യങ്ങൾ 16 ചോദ്യങ്ങളും വന്നത് കേരള ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് ടൈമിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മിസ്സാക്കാതെ പോവുക. അല്ലെങ്കിൽ യു ടേക്ക് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇനി പൊളിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ കേരള PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ബേസിക് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പാർലമെൻറ്റ്, ഓക്കെ. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്, ഓക്കെ. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSPs. അപ്പം ഇങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ഫോക്കസ് ചെയ്ത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുവാണെങ്കിൽ എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ് സ്പേസ്, ന്യൂക്ലിയർ, എനർജി ആൻഡ് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ഗവൺമെൻറ് മിഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അതും കവർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. പേപ്പർ 3ലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇക്കോണമി ആൻഡ് ജോഗ്രഫിയാണ്. ആൻഡ് ജോഗ്രഫി ഒരു പരിധിവരെ ഭയങ്കര പ്രിഡിക്റ്റബിളാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിഡിക്റ്റബിളായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ജോഗ്രഫി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കൂടുതലും ഈ ലാൻഡ് ഫോംസ് ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലും വരിക. ആൻഡ് അത് ഒരു പരിധിവരെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചസ്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസാസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമുക്ക് ജോഗ്രഫിയിൽ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇക്കോണമിയിലേക്ക് വരുമ്പോൾ അഗെയിൻ കേരള PSCക്ക് കുറച്ച് ഹോട്ട് ഏരിയാസ് ഉണ്ട്, കുറച്ച് പ്രിഫറൻഷ്യൽ ഏരിയാസ് ഉണ്ട്. ലൈക്ക് എന്താണ് പറയുന്നത്, പ്ലാനിങ് ആൻഡ് നീതി ആയോഗ്, ഓക്കെ, അല്ലെങ്കിൽ ലാൻഡ് യൂസ് പാറ്റേൺസ്, അഗ്രികൾച്ചർ, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി, അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ദ ടാക്സേഷൻ മെഷേഴ്സ്, ഓക്കെ, ഫിസ്ക്കൽ പോളിസീസ്. ഇങ്ങനെ കുറച്ച് ഏരിയാസ് PSCക്ക് കോറായിട്ടുണ്ട്. കേരള ഇക്കോണമീനെ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാണണം. അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ കേരള ഇക്കോണമിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനാദ്യമേ തന്നെ നമുക്ക് വേണ്ടത് കേരള ഇക്കോണമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഗവൺമെൻറ് ഒരു പ്രയോറിറ്റിയാണ്. നമ്മളൊരു നവകേരള മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിനെ റിവൈവ് ചെയ്യാനായിട്ടുള്ള എഫേർട്ടായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്ട്രെങ്തുകൾ, നമ്മുടെ വീക്ക്നെസ്സസ്, ഗവൺമെൻറ് ഇമ്പോർട്ടൻറ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ്, അങ്ങനെ ഒരു കേരള ഗവൺമെൻറ് പ്രയോറിറ്റീസ് ആൻഡ് പോളിസീസ് മനസ്സിലാക്കിയുള്ള ഒരു ഇക്കോണമീൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ആവശ്യമായിട്ടാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ രീതിയെ പറ്റിയിട്ടാണ്. ലൈക്ക് നമുക്ക് 3 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യങ്ങൾ വേണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മാർക്കിന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. ബട്ട് സ്റ്റിൽ ദി അപ്രോച്ച് ഷുഡ് ബി ദി സെയിം. നമുക്ക് ഓരോ ഏരിയയിൽ നിന്നും ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ്, എല്ലാ ടോപ്പിക്കിൽ നിന്നും, എല്ലാ സബ്ജക്റ്റിൽ നിന്നും, എല്ലാ ടോപ്പിക്കിൽ നിന്നും കുറച്ച് ഹാൻഡി ആയിട്ടുള്ള പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നും വരേണ്ടത്. അതിന് നിങ്ങൾക്ക് അക്കാഡമിക് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ടു ദി പ്രൊഫഷണൽ ഹെൽപ്പ് ഇൻ ലീഡ് IAS. നമ്മുടെ മെയിൻസിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫുൾ ലെങ്ത് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അപ്രോച്ചല്ല. ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്കിലും മെയിൻസിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ആ പോയിൻറ്റ്സിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കീ വേർഡ്സ് എന്തൊക്കെയായിരിക്കണം. ഓക്കെ, നമ്മൾ ഇതിനെ തന്നെ ഒരു കീ വേർഡ് അപ്രോച്ച് എന്നാണ് നമ്മൾ ഇതിനെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു കീ വേർഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് ലീഡ് IASൻ്റെ മെയിൻ പ്രോഗ്രാം ഓൾറെഡി റണ്ണിങ് ആണ് എന്നറിഞ്ഞിരിക്കുക. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും ലേറ്റ് ആകാതെ ജോയിൻ ചെയ്യുക. ആൻഡ് ക്ലാസ്സിൽ എല്ലാ ക്ലാസ് കഴിയുമ്പോഴും ഏറ്റവും കുറഞ്ഞത് 5 ക്വസ്റ്റ്യൻസ് ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അതുകൂടാതെ നിങ്ങൾക്കായിട്ട് ടെസ്റ്റ് സീരീസും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് സെക്ഷൻ ആസ് വെൽ ആസ് ഫുൾ ടെസ്റ്റ് ലീഡ് IASൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സോ ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഈ ടൈമിൻ്റെ കൺസ്ട്രെയിൻ അഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലീഡ് IASനെ കോൺടാക്റ്റ് ചെയ്യാം. ഇന്ന് കേരളത്തിലെ UPC മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു ഫാക്കൽറ്റി ലീഗ് ആൻഡ് അക്കാഡമിക് ടീമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് നേരിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.